ഇന്ത്യയിൽ 1/5 പ്രസവവും സിസേറിയനിലൂടെയാണ് നടക്കുന്നതെന്ന് പഠനങ്ങൾ പറയുന്നു. സർക്കാർ ആശുപത്രികളെക്കാൾ സ്വകാര്യ ആശുപത്രികളിലാണ് സിസേറിയൻ ശസ്ത്രക്രിയകൾ കൂടുതലും നടക്കുന്നതെന്നും പഠനങ്ങളിൽ പറയുന്നു. എന്താണ് സിസേറിയൻ? വയറിലും ഗർഭപാത്രത്തിലും മുറിവുണ്ടാക്കി അതുവഴി കുഞ്ഞിനെ പുറത്തെടുക്കുന്ന ശസ്ത്രക്രിയയാണ് സിസേറിയൻ. സങ്കീർണതകളുള്ള ഗർഭധാരണം, സാധാരണ പ്രസവം നടക്കാൻ പ്രയാസം അനുഭവപ്പെടുക, കുഞ്ഞിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ, കുഞ്ഞിന് അമിതഭാരം തുടങ്ങി വിവിധ സന്ദർഭങ്ങളിലാണ് സിസേറിയൻ ചെയ്യാറുള്ളത്. മുമ്പൊക്കെ കോട്ടൺ നൂലുകളിലുള്ള സ്റ്റിച്ചുകളാണ് ചെയ്തിരുന്നതെങ്കിൽ ഇപ്പോൾ അബ്സോർബബിൾ സ്റ്റിച്ചുകളാണ് ഉപയോഗിക്കുന്നത്. പുറത്ത് കാണാൻ സാധിക്കാത്ത രീതിയിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇന്ത്യയിലെ സിസേറിയൻ ഡെലിവറി നിരക്ക് 21.5% നിബന്ധന. ഇന്ത്യയിലെ ഉയർന്ന വരുമാനമുള്ളവരും താഴ്ന്ന വരുമാനമുള്ളവരും സിസേറിയനായി സർക്കാർ ആശുപത്രിയേക്കാൾ കൂടുതൽ ആശ്രയിക്കുന്നത് സ്വകാര്യ ആശുപത്രികളെയാണെന്നും ഈ പഠനത്തിൽ പറയുന്നു. അമ്മയുടെയോ നവജാത ശിശുവിൻ്റെയോ മരണം തടയാനാണ് ഡോക്ടർമാർ സിസേറിയൻ നിർദ്ദേശിക്കാറുള്ളത്. എന്നാൽ ചില സംസ്ഥാനങ്ങളിൽ ഇങ്ങനെയല്ലാതെയും സിസേറിയൻ നടക്കുന്നതായും ദേശീയ കുടുംബാരോഗ്യ സർവേ കണ്ടെത്തിയിരുന്നു. അരുണാചൽ പ്രദേശിൽ താരതമ്യേന കുറഞ്ഞ സി-സെക്ഷൻ ഡെലിവറി നിരക്ക് 14.5%. രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും അടുത്ത കാലത്തായി സിസേറിയൻ ശസ്ത്രക്രിയകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചതായി ദേശീയ കുടുംബാരോഗ്യ സർവേയിൽ കണ്ടെത്തിയിട്ടുണ്ട്. തെലുങ്കാന, ബംഗാൾ, ഹിമാചൽ പ്രദേശ്, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ സ്വകാര്യ ക്ലിനിക്കുകളിലാണ് കഴിഞ്ഞ 5 വർഷമായി ശസ്ത്രക്രിയകൾ വർദ്ധിച്ചതായി കണ്ടെത്തിയിരിക്കുന്നത്. 10 മുതൽ 15% വരെ മാത്രം ശസ്ത്രക്രിയകൾ എന്നതാണ് രാജ്യാന്തര നിബന്ധന. ഡോക്ടർമാർ പൊതുവെ സിസേറിയൻ നിർദ്ദേശിക്കാറുള്ളത് അമ്മയുടെയോ നവജാത ശിശുവിൻ്റെയോ മരണം തടയാനാണ്. എന്നാൽ ചില സംസ്ഥാനങ്ങളിൽ ഇങ്ങനെയല്ലാതെയും സിസേറിയൻ നടക്കുന്നതായാണ് സർവേ കണ്ടെത്തിയിട്ടുള്ളത്. രാജ്യത്തെ 22 സംസ്ഥാനങ്ങളിൽ സിസേറിയൻ കൂടുകയാണെന്ന അതീവ ഗൗരവമുള്ള കണ്ടെത്തലും സർവേ നടത്തിയിട്ടുണ്ട്. കൂടുതൽ പണമുണ്ടാക്കാനുള്ള സ്വകാര്യ ആശുപത്രികളുടെ തന്ത്രമായിരിക്കാം സിസേറിയൻ കൂടുന്നതിന് പിന്നിലെന്നാണ് പൊതുജനാരോഗ്യ വിഭാഗത്തിലെ പ്രൊഫസർമാർ ചൂണ്ടിക്കാട്ടുന്നത്. സാധാരണ പ്രസവത്തിന്റെ വേദനയും സങ്കീർണതയും ഒഴിവാക്കാൻ വേണ്ടി സ്ത്രീകൾ തന്നെ സിസേറിയനു വേണ്ടി ആവശ്യപ്പെടുന്ന പ്രവണതയും ഉണ്ടെന്ന് ഡോക്ടർമാർ പറയുന്നു. സിസേറിയൻ കൂടുന്നതിന്റെ ഒരു കാരണം ഒരുപക്ഷെ ഇതായിരിക്കാം. ഓരോ കുടുംബത്തിലും ജനിക്കുന്ന കുട്ടികളുടെ എണ്ണം കുറഞ്ഞതിനാൽ മിക്ക കുടുംബങ്ങൾക്കും സിസേറിയൻ സാമ്പത്തികമായി താങ്ങാനാവുന്നതാണെന്ന പ്രത്യേകതയുമുണ്ട്. സിസേറിയനിൽ സങ്കീർണതകൾ കുറവാണെന്നതും ശസ്ത്രക്രിയകളോട് കുടുംബങ്ങളുടെ താല്പര്യം കൂട്ടുന്നു. 2015-16 കാലത്ത് മഹാരാഷ്ട്രയിൽ സിസേറിയൻ നിരക്ക് 20% ആയിരുന്നെങ്കിൽ 2019-2020 ആയപ്പോൾ ഇത് 25% വർദ്ധിച്ചു. മഹാരാഷ്ട്രയിലെ സ്വകാര്യ ക്ലിനിക്കുകളിൽ 39% സിസേറിയൻ നടക്കുന്നതായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. തെലുങ്കാനയിൽ 74% നിന്ന് സിസേറിയൻ നിരക്ക് 81% വർദ്ധിച്ചത്. എന്നാൽ കേരളത്തിൽ സിസേറിയൻ നിരക്കിൽ കുറഞ്ഞ വർധനവ് മാത്രമാണുള്ളത്. 35% നിന്ന് 38%ലേക്കാണ് കേരളം വർധനവ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ലക്ഷദ്വീപിൽ 38% നിന്ന് സിസേറിയൻ നിരക്ക് 31% കുറഞ്ഞിട്ടുമുണ്ട്. വൈകിയ പ്രായത്തിൽ നടക്കുന്ന വിവാഹങ്ങളും സിസേറിയൻ കൂടാനുള്ള ഒരു കാരണമായി പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഫെർട്ടിലിറ്റി കേസുകൾ വർദ്ധിച്ചതും വൈകിയുള്ള ഗർഭധാരണവും അതുപോലെ ഒരുപാട് ആധുനിക മെഡിസിൻ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഗർഭിണിയാകുന്നതുമൊക്കെ സിസേറിയൻ നിരക്ക് വർദ്ധിക്കാനുള്ള ഒരു കാരണമായി പറയപ്പെടുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് ഗർഭിണിയായാൽ സ്ത്രീകൾക്ക് വ്യായാമം വളരെയധികം കുറവാണ്. ഇന്ന് കൂടുതൽ റെസ്റ്റ് എടുക്കാനാണ് സ്ത്രീകളെല്ലാവരും ശ്രമിക്കുന്നത്. എന്നാൽ പണ്ടുള്ള സ്ത്രീകൾ കൂടുതൽ ജോലി ചെയ്യുവാനും വ്യായാമം ചെയ്യുവാനും ഒക്കെ ശ്രദ്ധിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്ത് സിസേറിയൻ വർദ്ധിക്കാൻ ഇതും ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. എന്നാൽ അടുപ്പിച്ചടുപ്പിച്ചിട്ടുള്ള സിസേറിയൻ, അധിക ഗ്യാപ്പില്ലാതെ സിസേറിയൻ ചെയ്യുന്നത് സ്ത്രീയുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുമെന്നും ഡോക്ടർമാർ പറയപ്പെടുന്നു. സ്വകാര്യ ക്ലിനിക്കുകളുടെയും സ്വകാര്യ ആശുപത്രികളുടെയും വർദ്ധിച്ച കടന്നുകയറ്റം ഒരു പക്ഷേ കേരളത്തിലെ സിസേറിയൻ നിരക്ക് ഭാവിയിൽ ഇതിലും കൂടുതലായേക്കാം.